കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് 4 പെട്രോൾ വാഹനങ്ങളും ഒരു ഡീസൽ വാഹനമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ജയിച്ചൊരു വാഹനങ്ങളാണ്. ലോ ബഡ്ജറ്റ് ഒരു പ്രൈസ് അട്രാക്ഷൻ കൂടിയുള്ള ഒരു വാഹനങ്ങളായിരുന്നു. എന്ന വ്യത്യാസങ്ങൾ ബോണറ്റില്, ഗ്രില്ലില്, ബമ്പറില് ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. ഇത് 2008 കൊടുക്കുക NOCയിലാണ്. ഇത് കേരളത്തിലോട്ട് മാറ്റാൻ വേണ്ടി ഏകദേശം 85,000 രൂപ കൊണ്ട് കേരള രജിസ്ട്രേഷൻ ചെയ്യുക. അത് ന്യൂ സ്റ്റിയറിംഗ് ഒക്കെ ഒരു ന്യൂ ഷേപ്പിലാണ് വരിക. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഒരു ന്യൂ ഷേപ്പാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച വണ്ടിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു വാഹനമാണ്. ഹൈ ഫ്രണ്ട്സ്, റാസി കാർസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മെർസിഡീസ് ബെൻസിന്റെ C ക്ലാസ്സിലെ കുറച്ച് കളക്ഷനുമായിട്ടാണ്. പുതിയതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് 4 പെട്രോൾ വാഹനങ്ങളും ഒരു ഡീസൽ വാഹനമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കേരള നമ്പറായ 3 വാഹനങ്ങളും അതർ സ്റ്റേറ്റ് 2 വാഹനങ്ങളുമാണ് NOC എടുത്ത് തരാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മൾ റാസി കാർസിൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് C200 കോംപ്രസർ എന്നുള്ളൊരു എഞ്ചിനാണ്. അത് 2002 മുതൽ 2009 വരെ മെർസിഡീസ് ഇറക്കിയ C ക്ലാസ് വെർഷനിൽ C200 കോംപ്രസറാണ് എഞ്ചിനാണ്. നല്ലൊരു ടൈപ്പ് എഞ്ചിനാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ മെർസിഡീസ് വിറ്റഴിച്ചൊരു വാഹനങ്ങളാണ്. ലോ ബഡ്ജറ്റ് ഒരു പ്രൈസ് അട്രാക്ഷൻ കൂടിയുള്ളൊരു വാഹനങ്ങളായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണം ഇന്ത്യയിലും ഇറങ്ങിയിട്ടുണ്ട്. അതിലോട്ട് കംപ്രസർ പറഞ്ഞ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനമാണ്. അത് നല്ല മെയിൻ്റെനൻസ് വളരെ കുറഞ്ഞൊരു വാഹനമാണ്. പെട്രോൾ വാഹനമാണത്. ഇതിന് വരുമ്പോൾ സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത്, സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനമാണ്. നമ്മൾ കേരളത്തിലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതിന് നമ്മളൊരു പ്രൈസ് വളരെ അട്രാക്ഷൻ ആയിട്ടുള്ള പ്രൈസാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണുള്ളത്. പിന്നെ അതിന് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ കേരള രജിസ്ട്രേഷൻ ചെയ്ത് 5 വർഷത്തെ ഡോക്യുമെൻറ്റേഷനോട് 2030 വരെ ഫെബ്രുവരി വരെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും. പുതിയ ഇൻഷുറൻസും എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 5,60,000 രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത്. ചെറിയ നെഗോസിയേഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രൈസുകളൊക്കെ ഓൾമോസ്റ്റ് ഫിക്സ്ഡ് പ്രൈസ് ആയിരിക്കും, ഒരു ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ചെറിയ ഒരു ഡിഫറൻസ് നമുക്ക് വരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ 5,60,000 രൂപയ്ക്ക് 5 വർഷത്തെ പേപ്പറോടുകൂടി കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു മെർസിഡീസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത വണ്ടി എന്ന് പറയുന്നത് മെർസിഡീസ് ബെൻസിൻ്റെ തന്നെ C ക്ലാസ്സിൽ വരുന്നത്. അതായത് ഇതിപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തതായതുകൊണ്ട് തന്നെ. ഇതിൻ്റെ ഹെഡ് ലാമ്പിൽ വരുന്ന വ്യത്യാസങ്ങൾ, ബോണറ്റിൽ, ഗ്രില്ലിൽ, ബമ്പറിൽ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. ഇത് 2008 മുതൽ 2011 ലാസ്റ്റ് വരെ ഇറങ്ങിയ വാഹനമാണ് ഈ വൈറ്റ് കളറിലുള്ള ഈ വാഹനം. അതിനുശേഷം കമ്പനി ഫേസ് ലിഫ്റ്റിലേക്ക് മാറി. കുറച്ച് മാറ്റങ്ങൾ വരുമല്ലോ കാലക്രമേണ. അതിലേക്ക് മാറിയപ്പോൾ കമ്പനി കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇത്. അടിപൊളി വാഹനമാണ്. CGI എഞ്ചിനിലും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. കംപ്രസർ എഞ്ചിന് റിഫൈൻ ചെയ്തിട്ട് പുതിയൊരു എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. CGI എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലൂ എഫിഷ്യൻസി എന്നുള്ളൊരു വാഹനമാണത്. ഇതിൽ നോക്കുമ്പോൾ പനോരമിക് റൂഫാണ് വരിക, ഡബിൾ സൺ റൂഫ് വരും. പിന്നെ സ്റ്റെയറിങ്ങിൻ്റെ വീല് ഒരു പുതിയ ഷേപ്പിലുള്ളതാണ് വരിക. അങ്ങനെ ഒരുപാട് ഇൻറ്റീരിയറിൽ നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ട്. ഇൻറ്റീരിയറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിലുണ്ട് ഈ വണ്ടിയിൽ. അത് കൂടുതൽ അറിയുന്നവർക്ക് അറിയാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ എടുത്തിട്ടില്ല, തുടർന്ന് വരുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വരും. അപ്പോൾ ഇത് 2012 വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഹൈ ക്വാളിറ്റി കമ്പനി സർവീസൊക്കെ ഉള്ളൊരു വാഹനമാണ്. പഴയ വണ്ടികൾക്ക് സാധാരണ സർവീസ് അങ്ങനെ നമ്മൾ നോക്കാറില്ല, കാരണം പഴയതാകുമ്പോൾ എന്തായാലും ഒരു 8 വർഷമൊക്കെ കമ്പനിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് കുറച്ചും കൂടി കമ്പനി സർവീസ് കൂടി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇത് നമ്മൾ NOCയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ്. NOCയിൽ നമ്മൾ പിന്നെ വേറെ ഒരു കാര്യമായിട്ട് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ബമ്പർ മാത്രം നമ്മൾ ടച്ചപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 6,40,000 രൂപയാണ്. ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. 6,40,000 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം. NOCയിലാണ്. ഇത് കേരളത്തിലോട്ട് മാറ്റാൻ വേണ്ടി ഏകദേശം 85,000 രൂപ കൊണ്ട് കേരള രജിസ്ട്രേഷൻ ചെയ്യുക. അത് ന്യൂ ഷേപ്പാണെന്നുള്ള ഓർക്കണം. അതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഒറ്റയടിക്കണ്ടാൽ മനസ്സിലൊന്നുണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത വണ്ടി സെയിം മോഡൽ വാഹനം തന്നെയാണ്. ഇത് വൈറ്റ് ആണ്, ഇത് ബ്ലാക്ക് ആണെന്നുള്ളൊരു വ്യത്യാസമാണുള്ളത്. പിന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് 2012 സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓൾമോസ്റ്റ് കമ്പനി സർവീസ് റെക്കോർഡ് എല്ലാം ഉണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ആ ഒരു തരത്തിലുള്ളതൊക്കെ ഉള്ളൂ. ഇതിൽ സിംഗിൾ സൺറൂഫാണ് വരുന്നത്. ഇതിൽ ഡബിൾ സൺറൂഫ് ആണെങ്കിൽ ഇത് സിംഗിൾ സൺറൂഫാണ്. പക്ഷേ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണത്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ഒരു ന്യൂ ഷേപ്പിലാണ് വരിക. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒരു ന്യൂ ഷേപ്പാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച വണ്ടിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുള്ളൊരു വാഹനമാണ്. CGI ബ്ലൂ എഫിഷ്യൻസി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ അലോയ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, സിംഗിൾ സൺറൂഫ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 6,85,000 രൂപയാണ് നമ്മൾ NOCയിൽ ഉദ്ദേശിക്കുന്ന വില. ഇങ്ങോട്ട് മാറാൻ ഇപ്പോൾ പറഞ്ഞ പോലെ 80,000 രൂപയുടെ ചിലവാണ് നമുക്ക് ഓൾമോസ്റ്റ് വരിക.
പക്ഷെ ആ വണ്ടി ഈ ജനറേഷൻ വണ്ടികളൊക്കെ കേരള വണ്ടി ഒറിജിനലിന് ഇവിടെ 13 ലക്ഷം ആ റേഞ്ചിലാണ് ഇപ്പോൾ കേരളത്തിൽ ഓൾറെഡി ഉള്ള വണ്ടികൾക്ക്. ഈ വണ്ടികൾക്ക് നല്ല ഡിമാൻഡുള്ളൊരു ഷേപ്പാണ്. ഇത് കാണുന്നത് തന്നെ ഒരു ഡെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഷെയ്ക്ക് കട്ടിങ്, പിന്നെ ഈ ഗ്രില്ല് വരുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ സിംഗിൾ റിവ്യൂ നമ്മളെ ചാനൽ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. നമുക്ക് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ അടുത്ത വാഹനം നേരത്തെ ഫസ്റ്റ് കാണിച്ച വാഹനത്തിൻ്റെ ബ്ലാക്ക് കളറാണ്. ഇത് C200 കംപ്രസർ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല ക്വാളിറ്റിയിലാണ്. ഇത് നമ്മൾ ഇങ്ങോട്ട് നമ്പർ ആക്കിയിട്ടുണ്ട്. 2030 വരെ നമുക്ക് ടാക്സ് റിന്യൂവൽ എല്ലാം എടുത്തിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ അഡീഷണൽ ചെയ്ത് AC മൊത്തം മാറിയതാണ്. AC കംപ്രസർ, കൂളിംഗ് കോയിൽ, കണ്ടൻസർ, മൊത്തം ACയുടെ എക്യുപ്മെൻറ്റ് മൊത്തം മാറി. എല്ലാം ഇനിയിപ്പോൾ ഒരു 5-6 വർഷത്തേക്ക് കസ്റ്റമർക്ക് ഒരു AC തലവേദനയും വരത്തില്ല. അത്രയും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുണ്ട്. ഒറിജിനൽ പാർട്സ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ സൺറൂഫ് വരുന്നുണ്ട്. പെട്രോളാണ്. പറഞ്ഞ വണ്ടികളെല്ലാം പെട്രോൾ വെർഷനിലുള്ളതാണ്. ഏകദേശം ഒരു 10 to 12 വരെ നമുക്ക് മൈലേജും കിട്ടും. ഇത് നമ്മൾ 5,85,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. അതിൽ കേരള രജിസ്ട്രേഷൻ ചെയ്തു. 5 വർഷത്തെ പേപ്പറുണ്ട്. എല്ലാം ഒന്നും കസ്റ്റമർക്ക് ജസ്റ്റ് ഇനി നെയിം ട്രാൻസ്ഫർ ഒരു 1000 രൂപയുടെ നെയിം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചിലവേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മളെ ചാനലിൽ വരാനുണ്ട്. ജസ്റ്റ് ഇതിന് ശേഷം കണ്ടു നോക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സെയിം മോഡലിൻ്റെ തന്നെ C220 ഡീസലാണ്. ഡീസലാകുമ്പോൾ നമുക്ക് മാറ്റം എന്ന് വെച്ചാൽ പ്രത്യേകത, നമുക്ക് ഒരു 15-16 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും ഡീസലായതുകൊണ്ട്. പെട്രോൾ ആകുമ്പോൾ 10 to 12 നമുക്ക് പ്രതീക്ഷിക്കേണ്ടേ ഉള്ളൂ. ഇത് C220 സിൽവർ കളറാണ്. ഇതും പറഞ്ഞ പോലെ 5 വർഷത്തെ 2029 ലാസ്റ്റ് ഡിസംബർ വരെ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ എല്ലാം ക്ലിയറാണ്. ടാക്സ് എല്ലാം അടച്ച് പുതിയ ഇൻഷുറൻസും എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതും ഓരോ ഓഫർ പ്രൈസാണ്. ഇതിൻ്റെ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അത്രയും ഫുൾ ഒറിജിനൽ ഗ്ലാസ്സുകളെല്ലാം അതേ വർഷത്തിലുള്ള ഒരു വണ്ടിയാണത്. അപ്പോൾ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 4,60,000 ആണ്. ഓൾമോസ്റ്റ് ഫൈനൽ പ്രൈസാണ്. ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഡീസൽ വാഹനമാണ്. ഇതിൽ ഓൾമോസ്റ്റ് പെട്രോൾ വാഹനങ്ങളാണ് അന്ന് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ഒറിജിനൽ കേരള വണ്ടികൾ ഇത് വളരെ റെയറാണ്, കിട്ടാനില്ല. അതർ സ്റ്റേറ്റിലൊക്കെ പെട്രോൾ വാഹനങ്ങളാണ് അന്ന് കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡീസൽ വാഹനം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കുറച്ച് വണ്ടികളേ ഉള്ളൂ. മൈലേജ് നല്ല കിട്ടുന്നൊരു വാഹനം കൂടിയാണത്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്, അത് നോക്കുക. അപ്പോൾ ഇത് ഈ 5 വണ്ടികളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒക്കെ പെട്രോൾ വാഹനങ്ങളാണ്. ഇതിൽ 4 ഒന്ന് ഡീസലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ. പിന്നെ ഇതിൽ ലോണോ കാര്യങ്ങളൊന്നും കിട്ടില്ല. വിളിക്കുന്നവരും ഓൾമോസ്റ്റ് ആൾക്കാരും ലോൺ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ആദ്യം തന്നെ ആ വീഡിയോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് പറയുന്നത്. ലോണിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ നമുക്കിതിൽ ലോൺ അവൈലബിൾ അല്ല. വേറെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമർക്ക് വിളിക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞതുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പറയാം, ഒന്നും പ്രശ്നമുള്ളതായിട്ടില്ല. പക്ഷെ ലോണുമായി സംബന്ധമായിട്ട് ഇതൊന്നും കിട്ടൂല, ലോൺ കിട്ടൂല. കേരള നമ്പർ ആക്കിയാലും കിട്ടാൻ പ്രയാസമെന്ന് തോന്നുന്നത്. പിന്നെ നിങ്ങൾ അന്വേഷിക്കുക. നമ്മളിവിടെ ഇത്ര വണ്ടികളൊക്കെ റെഡി പേയ്മെൻറ്റിൽ ആണ്. പിന്നെ NOCയിലുള്ള വാഹനങ്ങൾ NOC എടുക്കാൻ നമുക്കൊരു മാസത്തെ സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാക്കി പേയ്മെൻറ്റ് തന്നാൽ മതി. അഡ്വാൻസ് ചെയ്തിട്ട് നമുക്ക് NOCക്ക് വേണ്ടി ഒരു മാസം സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വണ്ടി നമ്മൾ തന്നെ കീപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ തരും. അതിൻ്റെ ഉള്ളിൽ വണ്ടി വന്ന് എടുക്കും വേണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റി കണ്ടീഷൻ ബഡ്ജറ്റ് ഫ്രണ്ടിൽ വണ്ടികളാണ്. അപ്പോൾ ആഗ്രഹം ഉള്ളവർക്കൊക്കെ താഴെ കാണുന്ന നമ്പർ നോക്കിയിട്ട് വിളിക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ പറഞ്ഞു തരുന്നതാണ്. ഇത് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. അറവങ്കര എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. താഴെ കാണുന്ന നമ്പറിൽ നോക്കി വിളിച്ചിട്ട് വേണം വരാൻ. അന്നത്തെ സ്റ്റോക്കും ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ വീണ്ടും ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഓൾറെഡി നമ്മൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ റാസി കാർസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് അടുത്ത വീഡിയോസ് നിങ്ങളുടെ ചാനലിലേക്ക് എത്തും. നിങ്ങൾ സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു.